ഗൈസ്, അപ്പോ നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താണ് പറഞ്ഞേ? ട്രൂത്ത് ഓർ ലൈയുടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് വെറൈറ്റി ട്രൂത്ത് ഓർ ലൈ ചലഞ്ച്. അതെ നമ്മൾ അന്ന് ചെയ്തത് ട്രൂത്ത് ഓർ ലൈ തിങ്സ് ചലഞ്ച് ആണ്. അപ്പൊ ഇന്നത്തെ ട്രൂത്ത് ഓർ ലൈ ഫുഡ് ചലഞ്ച് ആണ് ഗൈസ്. അപ്പൊ അന്ന് നമ്മൾ കുറെ തിങ്സ് ഐറ്റംസ് ആണ് എടുത്തത്. ഇന്ന് നമ്മൾ ഫുഡ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇതാണ്ട് ഈ സാധനം കണ്ടോ, നല്ല സ്മെല്ലുള്ള ഫുഡൊക്കെ കാണുമല്ലോ. അപ്പൊ നമുക്ക് മേ ബി അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ സാധനമൊക്കെ ഒന്ന് ഫുൾ പ്രിപ്പയർഡ് ആണ്. ഇന്ന് അതുപോലെ എനിക്കിത് വിൻ ചെയ്യണമെന്ന് എനിക്ക് എന്തോ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ ജയിച്ചോളൂ. വേറൊന്നും അന്നത്തെ ഗെയിമിൽ ഞാൻ ഫെയിൽ ആയത്. നല്ല പോയിന്റ് ആണ്. എനിക്ക് 10-11 ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് കളിച്ചതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായത്. അത്ര അടിപൊളി ഗെയിമാണ് ഇത്. നമ്മള് ഓരോരുത്തർ ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി പോകുമ്പോൾ അറിയാം. ആൾറെഡി നമ്മൾ ഈ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചലഞ്ച്. നമുക്കും കളിക്കാനായിട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് കുറെ വെറൈറ്റി ഫുഡ് എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓരോ റൗണ്ടിലായിട്ട് നമ്മളെല്ലാം കാണിക്കുന്നതാണ്. മൃദുല തുടങ്ങുമല്ലേ? അപ്പൊ ഗായ്സ്, നമ്മുടെ ട്രൂത്ത് ഓർ ലൈ ഫുഡ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ എടുക്കാം. ഞാൻ ഭയങ്കര ആകാംക്ഷയിലാട്ടോ. എന്തിനാണ് ആകാംക്ഷ ഇല്ലാത്തത്? ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ചാണ്. ഓപ്ഷൻസ് ഇല്ലല്ലേ നമുക്ക്? അന്ന് 5 കണ്ടാ താങ്കൾക്ക് പറയാം. എന്ന് വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ മതിയാകും കേട്ടോ. കിളിക്കണോ? കിളിക്കി അങ്ങനല്ല, ഈ കയ്യിൽ വെച്ച് ഇങ്ങനെ കിളിക്കൂലേ? കിളിക്കി. എത്ര രൂപയുടെ മഞ്ച ഇത്? 20 രൂപയുടെ മഞ്ച. 20 രൂപയുടെ. അതിൽ എത്ര കട്ടുണ്ട്? കട്ടോ മീൻസ് 5 രൂപയുടെ മഞ്ചില് 2 പാർട്ടല്ലേ ഉള്ളേ? ഇങ്ങനെ അതിൽ എത്ര പാർട്ട് ഉണ്ട്? ഇത് ഒറ്റ നീളത്തിലുള്ള മഞ്ചോ? ഓക്കെ. മഞ്ചിന്റെ കളർ എന്താ? കവറിന്റെ കളർ? മഞ്ചിന്റെ കളർ ചോക്ലേറ്റ് കളറാണ് കൊടുത്തിരിക്കുന്ന ഫ്രണ്ടില്. കവറിന്റെ കളറോ? കവറിന്റെ ബ്ലൂ. ബ്ലൂവോ? ബ്ലൂ അല്ല, പർപ്പിൾ അല്ലേ? ഇത് ബ്ലൂ ആണോ പർപ്പിൾ ആണോ? ബ്ലൂ ആണോ പർപ്പിൾ ആണോ? പർപ്പിൾ. അതെന്താ നിനക്ക് പർപ്പിളും ബ്ലൂവും കണ്ടാ തിരിച്ചറിയില്ലേ? അതെ, പർപ്പിൾ ആണ്. ഓക്കെ. അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താ? ഇതില് റിഫൈൻഡ് മൈദയുണ്ട്, ഷുഗർ, മിൽക്ക് കണ്ടന്റ് ഉണ്ട്, കൊക്കോ ഉണ്ട്. അതിലെന്തെങ്കിലും മെയിൻ ആയിട്ട് എഴുതിയിട്ടുണ്ടോ? എന്തെങ്കിലും ടേസ്റ്റിന്റെ കാര്യം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നോർമൽ. അതെ, ഓപ്ഷൻസ് കുറെ ആവുന്നുണ്ട്. ടൈം പെട്ടെന്ന്. ടേബിളിൽ നിന്ന് അടിച്ചേ മഞ്ച്. ടേബിൾ കൈയല്ല, മഞ്ച് മാത്രം. കൈയല്ല, മഞ്ച് മാത്രം അടിക്കുന്ന. ലൈയാണ്. എടാ, നീ കഴിക്കാനൊക്കെ പറയുന്നത് എന്താടാ? അതിന്റെ ആവശ്യം വന്നില്ല. ഓണോ? അയ്യടാ, 1 മാർക്ക് ഗായ്സ്. എന്റെ മഞ്ച് ഞാൻ ഇങ്ങനെ ആക്കാൻ പറയുമ്പോഴേ ഇങ്ങനെ നല്ലോണം റോൾ ആവുമായിരുന്നു. ഇത് മഞ്ചല്ല. അപ്പൊ ഞാൻ അക്കൗണ്ട് ഫസ്റ്റ് റൗണ്ടിൽ ആദ്യമേ ഞാൻ കറക്റ്റ് എനിക്കൊന്ന് സ്പീഡി ഞാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയോണ്ടായിരിക്കും മേ ബി. അതുകൊണ്ട് എനിക്ക് പൊട്ടിച്ചു നോക്കാനോ ക്രഞ്ചി ആക്കി തിന്നാൻ പറയാനോ ഒന്നും തോന്നിയില്ല. നവച്ചോട്ടോ. അമ്പൂട്ടൻ ഗൈസ് അവിടെ ഇരുന്ന് എന്തൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും അവൻ വരും. വരും. അപ്പൊ എന്റെ കൂടെ അല്ലേ? നിന്റെ കൂടെയാണ് ഗൈസ്. ഞാന് ഫസ്റ്റ് പോയി. എന്തിലാ പോയെന്നറിയോ? ബ്ലൂ എന്ന് പറഞ്ഞതിൽ പോയി. എനിക്ക് അന്നേരം മനസ്സിലായത് മഞ്ചല്ലാന്ന്. ഓക്കെ. അടുത്ത റൗണ്ട്, നെക്സ്റ്റ് റൗണ്ട് ഗൈസ്. കുഴപ്പമില്ല. ഫസ്റ്റ് പാളയിലും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പിടിക്കാം. ഓക്കെ. എന്റെ മിൽക്ക് ഷേക്ക് ഉണ്ട്. മിൽക്ക് ഷേക്കോ? മിൽക്ക് ഷേക്ക് ഒന്ന് പൊക്കി തറയിട്ടാണെന്ന് നോക്കട്ടെ. മിൽക്ക് ഷേക്ക്. ഓക്കെ. പറഞ്ഞതുപോലെ തന്നെ കരഞ്ഞോണ്ട് നമ്മുടെ മിൽക്ക് ഷേക്കിന്റെ ഇൻഗ്രീഡിയൻസ് പാക്കറ്റ് എന്തോ പേരെന്തുവാ? പേരോ? ഇത് മിൽക്കി മിസ്റ്റ് ആണ്. മിൽക്കി മിസ്റ്റ്. എത്ര രൂപയുടെ? അയ്യോ, അത് അമ്പൂട്ടൻ വാങ്ങി. 1 മിനിറ്റ് ഒന്ന് വരെ നോക്കട്ടെ. 38 രൂപയുടെ. ഓ അമ്പോ, 38 രൂപയുടെ മിൽക്കി മിസ്റ്റ്. കളർ എന്തുവാ? മിൽക്ക് ഷേക്ക്. കളർ എന്തുവാ? കളർ അച്ഛേ പോന്ന് വിളിച്ച പോലെ തോന്നിയടാ എനിക്ക്. ആണോ? സത്യം, ഞാനും കേട്ടോ. അച്ഛേ പോന്ന്. ബ്രൗൺ കളർ. അതൊന്ന് കുടിച്ചേ. കുടിക്കണമെങ്കിൽ നിന്റെ മോൻ തരുന്നില്ല. ബ്രൗൺ. ഏട്ടന്റെ അതെങ്കിൽ തരുമോ? ഏട്ടന്റെ മഞ്ച് അത് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയത്. ഭയങ്കര കുരുത്തക്കേടാ. തരുന്നില്ല. പൊട്ടിച്ചു. കുടിക്കാൻ പോവാണ്. ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചേ. ഇൻഗ്രീഡിയൻസ് തോണ്ട്
മിൽക്ക് ഉണ്ട്. ഞാൻ തരുന്നില്ല. തള്ളയും മോനും കൂടി എന്നെ പറ്റിക്കാനുള്ള പരിപാടി എന്താണ് തോന്നുന്നത്? അവനത് ഇഷ്ടപ്പെട്ടവൻ തരുന്നില്ലത്. മിൽക്ക്, ഷുഗർ, മിൽക്ക് സോളിഡ്. ഫസ്റ്റ് വേറെന്തോ വായിച്ചായിരുന്നല്ലേ? ടോണ്ട് മിൽക്ക്. ആ ഒന്ന് കുടിച്ചേ. കൊക്കോ പൗഡർ ഉണ്ട്. ഇതെന്തോ അറിഞ്ഞു പൊളിക്കുന്ന ഇറങ്ങ ഇവിടെ. കുടിച്ചാ? ട്രൂത്ത് ആണ് അത് മിൽക്ക് ഷേക്ക് തന്നെയാണ്. അതെങ്ങനെ മനസ്സിലായി? നീ ഒന്നും തപ്പിയും തടഞ്ഞൊന്നുമില്ല, എല്ലാം പക്കയായിട്ട് പറഞ്ഞു. ഒന്നേ ഗായ്സ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പൂട്ടനൊന്നും നടക്കട്ടെ ഒരു മിനിറ്റ്. ഞാനിത് കുടിക്കുന്നുണ്ട്, അപ്പൊ അവനത് വേണം. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ രണ്ടുപേരും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയി ഗൈസ്. എനിക്ക് സത്യം ആദ്യം ഞാൻ ഡള്ളായി. ഞാൻ ഒരിക്കലും മഞ്ച് ഇത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ കണ്ടുപിടിക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ക്രിസ്പി ആയതുകൊണ്ട് കടിച്ചു നോക്കുമ്പോ മഞ്ചെന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ നീ ആ വില പറഞ്ഞതിലും പോയി, കളർ പറഞ്ഞതിലും പോയി. റൗണ്ട് 2 ഗൈസ്. എടുത്തോ? ഇത് റസ്ക് ആണ്. റസ്കോ ഇട്ടേ മേളില് ടേബിളില്. എത്ര രൂപയുടെ റസ്ക്? 30 രൂപയുടെ. ഇച്ചിരി പൊക്കിയിട്. പൊട്ടിച്ച്. പാക്കറ്റിന്റെ കളർ എന്തോ? ഇത് ട്രാൻസ്പെറന്റ് കളറാ. അപ്പൊ റസ്ക് നിനക്ക് കാണാം. അപ്പൊ എത്ര റസ്ക് ഉണ്ടെന്ന് എണ്ണി പറഞ്ഞു. അങ്ങനെ ഇത് അറിയാൻ പറ്റും. ഒരു ഇതിനകത്താ ഷെൽ. നീയല്ലേ പറഞ്ഞ റിസ്ക് കാണാന്ന്. 7 എണ്ണം തോന്നുന്നു. 7 എണ്ണോ? എണ്ണാനും അറിയത്തില്ല. അത് ഏത് കമ്പനിയാണ് ഒരു 7 കൊണ്ട് നിർത്തുന്നത്? ബ്രിട്ടൻ എന്ന് പറയുന്ന കമ്പനി. ബ്രിട്ടനോ? തിന്നു നോക്കേണ്ട ആവശ്യമില്ല. നല്ല നീ ഒന്നുകൂടി ശരി. ക്രഞ്ചി സൗണ്ട്. അല്ല, ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞില്ലേ? പൊട്ടിച്ചോ? ഇനി പൊട്ടിച്ചോ? തിന്നു തുടങ്ങിയോ? തിന്നെ ഒന്നൂടെ. അമ്പു, നിന്റെ അച്ഛൻ ഒരു മണ്ടണ. തുടക്കമേ പാളി. ഞാൻ പെട്ടെന്ന് മനസ്സിലായി. കയ്യിന്ന് പോയി. പിന്നെ കയ്യിന്ന് പോയി. ഞാൻ അമ്പൂന് ഇച്ചിരി ഇനി വാങ്ങിച്ചൊരു കാര്യമായി. ബിസ്ക്കറ്റ് അങ്ങനെ പിള്ളേർക്ക് കൊടുത്തുവിടാ, എന്നാലും ഇച്ചിരി കൊടുക്കാം. ബ്രിട്ടാണിയാണെങ്കിലും പറഞ്ഞുകൂടായിരുന്നു നിനക്ക്. ഞാൻ എന്താ പറഞ്ഞേ? ബ്രിട്ടനിലും. പിന്നെ എന്തിനാണ് തിന്നു നോക്കണ്ടേ? അപ്പൊ നെക്സ്റ്റ് റൗണ്ട് ഞാൻ എടുക്കട്ടെ. നീ മൂക്കില് അത് വെച്ചേ. മണമുള്ള എന്തോ വരാൻ പോവാട്ടോ. വെച്ചോ? ഉറപ്പ്? ഞാൻ വെച്ചോ. എന്റെ അവക്കാഡോ ഉണ്ട്. അവക്കാഡോക്ക് എന്തിനാ ഞാൻ മൂക്കി വെക്കുന്നത്? അതൊക്കെ ഉണ്ട്. നിനക്ക് അവക്കാഡോ സ്മെല്ല് അറിഞ്ഞൂടെ? നിനക്ക് അവക്കാഡോ മേലും താഴെ എന്റെ സൗണ്ട് നോവുന്നു കേട്ടോ, ഭയങ്കര പെയിൻഫുൾ ആട്ടോ. അവക്കാഡോ മേലും താഴെ. അല്ല, ഇപ്പൊ ഇട്ടോ. നീ കടിക്കാൻ വല്ലതും പറഞ്ഞെങ്കിൽ നീ വെച്ചാൽ മതി. ഇപ്പൊ ഇട്ടോ. താത്തോ വേണമെങ്കിൽ മൂക്കിന് ഇട്ട്. ഞാൻ കേട്ടോ ഇട്ടു. ഓക്കേ, ഒന്നും കൂടി നല്ല ഉയരത്തിൽ ഇടൂ. കുഞ്ഞുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇത്ര പൊക്കത്തിന് അതൊന്ന് കടി. അപ്പൊ മൂക്കി വേ. കടിക്കട്ടെ. എന്റെ തോലിച്ചിരി കുഴപ്പമില്ല, സോഫ്റ്റാ. അടുത്തോട്ടൊന്ന് കടിക്ക്. കടിക്കട്ടെ. പൊട്ടിച്ചെടുത്ത് തിന്നുവാ. സോഫ്റ്റ് അല്ലേ? അങ്ങനെ സൗണ്ട്. അവക്കാഡോയുടെ കളർ എന്തുവാ? അവക്കാഡോയുടെ കളറും ബ്രൗൺ. അതെ, മൂക്ക് ചുമക്കുന്നടാ, നോവുന്നടാ. എന്നാ മൂക്ക് പൊത്തി പിടിച്ചാലും മതി. അത് വെച്ചില്ലേലും കുഴപ്പമില്ല. ഒരു കൈ വെച്ച് പൊത്തി പിടിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ കറക്കി കേട്ടിട്ട് അവക്കാഡോയുടെ ഷേപ്പ് ഒന്ന് നോക്കട്ടെ. ഇങ്ങനെ കറക്കി കേട്ടിട്ട് ഞാൻ കടിച്ചും പോയി. കറക്കുവോ? കറക്കുവോ? ശബ്ദം കേൾക്കുന്നില്ല. കൈ വെച്ച് ഉരുട്ടാനാണോ ഉദ്ദേശിച്ചത്? കൈ വെച്ച് ഉരുട്ടുക. അവക്കാഡോ അറിഞ്ഞൂടെ? നല്ല ക്രിസ്പി ആയിട്ടൊന്ന് കടിക്കണം. ഒന്നും കേൾക്കുന്നില്ല. ക്രിസ്പി ആയിട്ട് കടിക്കാതെ ഇങ്ങനെ ക്രിസ്പിനെസ് ഉണ്ടെങ്കിലല്ലേ സൗണ്ട് വരുമോ? അതൊന്നും സൗണ്ട് കടിക്കട്ടെ. അവക്കാഡോയ്ക്ക് അരിയൊക്കെ ഉണ്ടോ? എന്തോ അരിയുള്ള ശബ്ദം കേൾക്കുന്നല്ലോ. നിനക്ക് തോന്നുന്നത്. This is lie, not truth. പൊക്കൂ.
അതെന്താ അരിയുടെ സൗണ്ട് കേട്ടോ? അരി ഇല്ലല്ലോ ഇത്. എടേ അവക്കാടോ എടാ അരിയുടെ അല്ലടാ, എന്തോ ചവയ്ക്കുമ്പോ അതിനകത്ത് എന്തോ ഒരു കുരു പൊട്ടി തുടക്കുന്ന ശബ്ദം കേട്ട് ദൈവമായിട്ട് ചിലപ്പോ കുരു പൊട്ടിക്കുന്ന ശബ്ദം കേൾപ്പിച്ചായിരിക്കും. സത്യമായിട്ട് കേട്ടെനിക്ക്. കുരു പൊട്ടിക്കുന്ന സൗണ്ടോ? എടാ ഒരു നിന്റെ മോളിവിടുന്ന് ബിസ്ക്കറ്റിന്റെ സൗണ്ട് ഉള്ളായിരിക്കും നീ കേട്ടത്. താങ്ക് യു അമ്പു. അപ്പൊ എനിക്ക് 2-2 ഗൈസ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം കേട്ടോ. ഇങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓക്കെ, അടുത്ത മൂക്കിൽ സാധനം വെച്ചോ. ഞാൻ വെക്കണോ? ഓക്കെ. ഇത് കേറുന്നില്ല മൂക്കി. ഭയങ്കര വേദനയാ. അടുത്തത് എന്റെ ഇരിക്കുന്നത് ചിക്കൻ ലെഗ് പീസ് ആണ്. ചിക്കൻ ലെഗ് പീസ്. അത് ഫ്രൈഡ് ആണോ എങ്ങനെയാ സാധനം? അത് പച്ചയാണോ? എന്താ ചിക്കൻ ലെഗ് പീസ് മീൻസ് ചിക്കൻ പീസ്. ലെഗ് പീസ്. അത് പച്ചയാണോ ഫ്രൈ ചെയ്തതാണോ വേവിച്ചാണോ? ഫ്രൈ ചിക്കൻ ഫ്രൈ. KFC ആണോ? അതൊന്നും പറയത്തില്ല. മീൻ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞപ്പോ എന്തുകൂടാ അത്? ശരി ചിക്കൻ ഫ്രൈ ചെയ്തത്. ശരി. എങ്ങനെ ഒരു ലെഗ് ആയിട്ടാ? ഒരു 2-3 2-3 ഉണ്ടോ? ഓക്കെ. അതെങ്ങനെ പാക്കറ്റിലാണോ? അതെ, ഒരു ചെറിയ പാക്കറ്റ്. സൗണ്ട് എങ്ങനെയുണ്ട് കഴിക്കുന്ന സൗണ്ട്? ചെറിയ പാക്കറ്റില്ല. ഇത് തൊട്ടില്ല സിഐഡി മുസല ഹരിസ്റ്റേഷനും എനിക്ക് മനസ്സിലായില്ല. ജോലി ആവാതിരുന്നാ മതി. ചെറിയൊരു ഇതിനകത്താണ്. ഓക്കെ. എത്ര രൂപ നീ 3 കൂടെ വാങ്ങിച്ചപ്പോ? 3 കൂടി 190 രൂപ. 190 രൂപയോ? ഓക്കെ. കടിച്ചേ. താങ്ക് യു. വിശപ്പുണ്ടല്ലേ? കഴിക്കോ? ഇല്ല. അതിന്റെ മൂട്ടിലെ ലെഗ് ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് ടേബിളിൽ തട്ടി പ്ലേറ്റിലായാലും മതി. വേറൊന്നും ഉപയോഗിക്കാം. അത് തന്നെയല്ലേ വെച്ച് തണ്ടുന്നേ. വേണേ ഊരിക്കോ, മൂക്കിന് ഊരിക്കോ. നാണം വരൂല തുറക്കുമ്പോ ഉള്ളത്. അയ്യോ, നീ ഊരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഊരിയേ. അഥവാ എനിക്ക് മണം വന്ന് ഞാൻ പറഞ്ഞാൽ നീ ഉത്തരവാദി. ഓക്കെ. എന്തോ കളറ് ചിക്കൻ ഫ്രൈഡ് മീൻസ് ചോമ്പാണോ? നമ്മുടെ നാട്ടിലൊക്കെ ചോമ്പാ. ചോമ്പ്, നല്ല ചോമ്പ് കളർ. അത്യാവശ്യം. എരിയുണ്ടോ? കുറച്ച്. നീ പോരണം മൊത്തം തിന്നുവാണോ? കണ്ടിന്യൂസ്ലി തിന്നുവാണോ? അത് വിശപ്പുണ്ട്. ആ പ്ലേറ്റിലോട്ടൊന്ന് പൊക്കിയിട്ടെ. എന്തോ ലെഗോ? കഴിച്ചതോ? കഴിച്ചതോ അല്ലാത്തതോ? കഴിച്ചത്. ഇത് ഇത്ര താമസം ഇട്ട് കേട്ടില്ല. ഇനി കഴിക്കാത്തൊരെണ്ണം കൂടെ ഇട്ടേ. കേട്ടില്ല. നീ ഇടുന്നില്ലടാ. പൊക്കിറാ. ഇപ്പൊ ഏതാ ഇട്ടത്? ഇപ്പൊ കഴിച്ചത്. കഴിക്കാത്തത്. അതിന് കഴിച്ചത് അതേ പൊക്കത്തി നിട്ടെ. ലൈ ആണോ? ലെഗ് പീസ്. ചിക്കൻ ലെഗ് പീസ്. നോട്ടെ. എടാ ഇങ്ങനത്തെ ലെഗ് ആയിരുന്നോ? ലെഗ് പിന്നെ ഞാൻ ഡ്രം സ്റ്റിക്ക് ആന്ന് വിചാരിച്ചു. ലെഗ് പീസ് ആണ് ഞാൻ പറഞ്ഞു. ഇത് ലെഗ് പീസ് ആണ്. എടാ ഞാൻ ഡ്രം സ്റ്റിക്ക് എന്ന് വിചാരിച്ചേ. അടിപൊളി ടേസ്റ്റ്. കഴിച്ചോളൂ. എരിയാണോ? കൊടുത്താ അമ്പു ഓടും. അത് കൊടുത്തില്ലെങ്കിൽ അവ എന്നെ ഇവിടെ ഇരുത്തില്ല. ഗൈസ്, അങ്ങനെ എനിക്ക് 3 പോയിന്റ് ലീഡ്, 3 പോയിന്റ്സ്. മുതലേക്ക് 2 പോയിന്റ്സ്, 1 പോയിന്റിന് ഞാൻ ലീഡ് നിൽക്കണം. അടിപൊളി ചിക്കൻ ഫ്രൈ കേട്ടോ. ഇത് എവിടുന്ന് വാങ്ങി കേട്ടോ? അടിപൊളി കേട്ടോ. അപ്പൊ 3ാമത്തെ റൗണ്ടിലെ എന്റെ ഓപ്ഷൻ ഞാൻ എടുക്കുവാണേ. അടിപൊളിയായിരുന്നേടാ. സൂപ്പർ സാധനം. ഓക്കെ, എടുത്തോ? എടുത്തു. ഓക്കെ. എന്താണ് ഐറ്റം? എന്റെ ഐസ്ക്രീം. ഐസ്ക്രീം? യെസ്. വേറെ താഴോട്ടിടൂ. ഇടണോ? ഓ, നിങ്ങളൊക്കെ നാട്ടിൽ അണ്ടാവിലാണോ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്? എടാ ഇത് വലിയ പാക്കറ്റാ, വലിയതാ. പ്രൈസ് 200 രൂപ. 200 രൂപ. കമ്പനി മിൽക്കി മിസ്റ്റ്. ഫ്ലേവർ വാനില. പൊട്ടിച്ചേ. ഓൾറെഡി പൊട്ടിച്ചു വെച്ച്. പൊട്ടിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കണം. അല്ല, ഓൾറെഡി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓൾറെഡി പൊട്ടിച്ചു വെച്ചേക്കാണ്. പൊട്ടിച്ചു. ബോട്ടിലിന്റെ കളറ്? ബോട്ടിലിന്റെ കളർ വൈറ്റ്. കമ്പനി പേര്? അതല്ലേ മിൽക്കി മിസ്റ്റ് എന്ന് ഒരു വട്ടം ഞാൻ പറഞ്ഞു. ഓൾറെഡി പൊട്ടിച്ചു വെച്ചേക്കുവാ. ഓൾറെഡി പൊട്ടിച്ചേക്കുവാ. ലൈ ആണ്. ഉറപ്പാണ്. ഇനി ഓപ്ഷൻ ഒന്ന് തിന്നോക്കൊന്നും വേണ്ട. ഓക്കെ ഗായ്സ്, ഇന്ന് എന്റെ ഡേ ആണ് സുഹൃത്തുക്കളെ. എങ്ങനെ മനസ്സിലായെന്ന് പറ. എനിക്ക് മനസ്സിലായി. നീ മിൽക്കി മിസ്റ്റ് എന്ന് പറഞ്ഞു. ബോട്ടിൽ ഇട്ടപ്പോ ഭയങ്കര ഹെവി. പിന്നെ ഈ അത്ര ഹെവി ഉള്ള ബോട്ടിലിന് ഒരിക്കലും 200 രൂപയ്ക്ക് കിട്ടൂല. 300 രൂപ 400 രൂപയാവും. ഇതിന്റെ വില 325. ഗ്രീക്ക് യോഗട്ട് ആയിട്ട് അതിന്റെ വില 358. അപ്പൊ അത്രയും വിലയുള്ളത്
എങ്ങനെ പോയാലും ഗൈസ് ഒരു 400-500 രൂപയാവും. അത്രയും വലിയ ബോട്ടിൽ ഐസ്ക്രീം, അതും മിൽക്കി മിസ്റ്റിന്റെ വാനില വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി. ഇന്നെന്തോ എനിക്ക് എത്ര ലക്കില്ല കേട്ടോ. 4 പോയിന്റ് ഗൈസ്, 4 പോയിന്റ്സ്. സോ ഗൈസ് നെക്സ്റ്റ് റൗണ്ട് ഗൈസ്, 4th റൗണ്ട്. ഓക്കെ വെച്ച് എടാ ഇത് വെള്ളയപ്പം. വെള്ളയപ്പം മീൻസ് പെസറാപ്പം ആണോ? ആ, അതിനൊരു എത്രയും വീതി കാണും? അതിന് നമ്മുടെ ഒരു പ്ലേറ്റിന്റെ അത്രയില്ല, ചെറിയ പോർഷൻ, ചെറിയൊരു ക്വാർട്ടർ പ്ലേറ്റിന്റെ അത്ര വീതിയാണ് ഞാൻ ചോദിച്ചത്. വീതിയോ? മീൻസ് എന്റെ പൊക്കം. പൊക്കോ? എടാ വെള്ളയപ്പം നോർമലി എത്രയാടാ നമുക്ക് പൊക്കം ഉണ്ടാവുന്നേ? എത്ര വരും? കൈയുടെ അളവ് വെച്ച് പറ. നമ്മുടെ കൈപ്പത്തിയുടെ കൈപ്പത്തിയുടെ ആ ഒരു പോഷമുണ്ട്. പോട്ട് അത് പ്ലേറ്റിൽ വെക്കുമ്പോ പ്ലേറ്റിന്റെ എത്ര റൗണ്ട് വരും? ഞാൻ പറഞ്ഞു നമ്മളെ ഒരു ക്വാർട്ടർ പ്ലേറ്റിന്റെ അത്ര. നീ തിന്നടാ. ഇല്ല തിന്നില്ല. നീ പൊക്കിയിട്ടേ പ്ലേറ്റില്. ഒന്നൂടെ എത്ര രൂപ? ഇതിന് 70-80 സംതിങ് ഉള്ളൂ. 70 രൂപയോ? ആ കറക്റ്റ് ഓർക്കുന്നില്ല. കടി വെള്ളയപ്പം കടിച്ചോ? കടി കടിച്ചാ തിന്നുവാ? ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വാ, കേക്കണില്ല. വെള്ളയപ്പം കഴിച്ച പിന്നെ ഇതിന്റെ ഭൂമിയിൽക്കത്തെ സൗണ്ട് ഒന്നും കേൾക്കൂല. ഒരു കടിയും കൂടെ. അതിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? മീൻസ് നട്ട്സോ അങ്ങനെ കാര്യങ്ങളോ, അതോ പ്ലെയിൻ വൈറ്റ് ആണോ? പ്ലെയിൻ വൈറ്റാ. അതൊന്ന് പിച്ചിക്കേ കൈ കൊണ്ട് ഇങ്ങനെ രണ്ടായിട്ട് പിച്ചിയോ? പിച്ചി 2 തുണ്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേറ്റിലോട്ട് ഇട്ടെ. ഒന്നിട്ട് ഒരുമിച്ചിടണം, 2 ഒരുമിച്ചിടണം. ഒന്നിച്ചോ? ആ മോനെ മണം വന്നില്ലടാ. ഞാൻ അതുകൊണ്ടാ മൂകി വെക്കാൻ പറയാം. ഞാൻ എടുത്തപ്പോ എനിക്കും പ്രത്യേകിച്ച് മണമൊന്നും വന്നില്ല. എന്റെ മോനെ പിസയ്ക്ക് മണം വരത്തില്ലേ? ഒരു മണമില്ല. ഒരു മണവും വന്നില്ല. പിസയൊക്കെ എടുക്കുമ്പോ മണം വരുന്നയാ. തിന്നോക്കട്ടെ ഞാനും തിന്നിട്ടേ. ഓ അടിപൊളിയല്ലേ? കൊള്ളാടാ. അന്ന് കഴിച്ചേക്കാളും കൊള്ളാം. നമ്മളെ ഇടയ്ക്ക് വെച്ച് പിസ്സ ഹട്ടിന്ന് കഴിച്ചപ്പോ കൊള്ളത്തില്ലായിരുന്നേ. കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റ്. ചീസും അല്ല, അടിപൊളി. പക്ഷെ ഞാൻ ഇത് കണ്ടുപിടിക്കാം. വെള്ളയപ്പവും പിസ്സയും ഏതാണ്ടൊക്കെ സെയിം അല്ലേ അല്ലേ? എന്താണ് എവിടാണ് പാളി പോയേ? നീ വീതി പറഞ്ഞില്ല, വട്ടം പറഞ്ഞില്ല, പിന്നെ സൗണ്ട് എന്തോ നീ അങ്ങോട്ട് തോന്നിയില്ല. എന്റെ മനസ്സ് പറഞ്ഞു. അപ്പൊ എനിക്ക് 3 പോയിന്റ് ആണ്, നിനക്ക് 4, എനിക്ക് 3. ഞാനാണ് ലീഡ്. എന്റെ എടുക്കട്ടെ. എന്റെ ഒരു പാക്കറ്റ് മുറുക്ക് പൊട്ടിക്കട്ടെ. മുറുക്കിന് കളർ എന്തുവാ? മുറുക്കിന്റെ കളറ് കവറാണോ ഉദ്ദേശിച്ചത്? മുറുക്കിന്റെ കളറാണ്. മുറുക്കിന്റെ കളറ് ഒരു ചോപ്പ് പോലത്തെ കളറ്. ബ്രൗണും അല്ല ചോപ്പും അല്ല, ഒരുമാതിരത്തെ ഒരു കളറ്. അങ്ങനത്തെ കളർ മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ ആൾക്കാര്? എടാ നോർമൽ മുറുക്കിന്റെ കളർ ഞാൻ എങ്ങനെ പറയാനാ? ആ ബ്രൗണും അല്ല റെഡും അല്ല. ശരി. വില 25. 25 രൂപയ്ക്കൊക്കെ മുറുക്ക് കിട്ടി തുടങ്ങി. 25 രൂപയുടെ മുറുക്കും ഉണ്ട്. ശരി. എന്നാ മോളതൊന്ന് 25 രൂപയുടെ മുറുക്ക് നീ കഴിക്കണോ? കഴി. നല്ല കടി, നല്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പുറത്തെ വായിൽ ഒരെണ്ണം പോയി. ഞാൻ പറയുന്ന കേക്ക്. ഇപ്പുറത്തെ വായിൽ കടിക്കല്ലേ. നമ്മൾ ആ വലിയ പല്ലിന്റെ അവിടെ പോയി ഒരു സൈഡ് വരണം. ഇപ്പുറത്തെ അതേ പൊസിഷനെ അപ്പുറത്ത് വരണം. ഇനി കാർബോർഡിന് അടുത്തോട്ട് വാ. ഈ ഫുഡിന്റെ ഒക്കെ സൗണ്ട് നന്നായിട്ട് അറിയാം. രണ്ട് ഞാൻ പറയുമ്പോ ഒന്നിച്ച് കടിക്കണം. ഓക്കെ, ഒന്നിച്ച് കടിച്ചോ. അത് ഒരിക്കലും മുറുക്കല്ല. മുറുക്കിന്റെ സൗണ്ട് ഒക്കെ ഗൈസ് എനിക്കറിയാം. ഫുഡിന്റെ സൗണ്ട് വേറെ എന്തോ അല്ല, ലൈ ആണ്. ലൈ, കൺഫേം ലൈ. പൊക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മുറുക്ക് പറഞ്ഞ ഫെയിൽ ആയതാ. ഈ പ്രാവശ്യവും 3G. അയ്യോ എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ കഴിക്കൂല. അപ്പം 5. 5th റൗണ്ട്. എന്റെ ഇരിക്കുന്ന ഒരു കൊക്കക്കോളയാണ്. കോളം? ഓക്കെ. അതെങ്ങനെ കുപ്പിയിലാണോ മറ്റുള്ള കണ്ടെയ്നറിലാണോ? കണ്ടെയ്നർ. ഏത് കളറോ? ഇത് ബ്ലാക്കോ? വില ഒരു വില കാണാത്തോണ്ടാണോ? നോക്കട്ടെ സീരിയസ് ആയിട്ട്. 70 രൂപ സംതിങ്. 70 രൂപ. ഷുഗർ ഫ്രീ ആണോ നോർമൽ ആണോ? ഇത് ഷുഗർ ഫ്രീ. ഓക്കെ. അതിനകത്ത് എന്തോ മെയിൻ ഇൻഗ്രീഡിയന്റ് എഴുതിയിരിക്കുന്നത്? ഷുഗർ ഫ്രീക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. ഒന്നുമില്ല. ഇല്ല. ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്, വാട്ടർ, അത്രേ ഉള്ളൂ. പൊട്ടിച്ച്
പൊടിച്ച് കുടിച്ചേ. വാവച്ച് കുടിക്കണോ പൊക്കി ഒഴിക്കണോ? അതിന് വാവച്ചല്ലാതെ പിന്നെ എവിടം വെച്ചാ കുടിക്കുന്നത്? മീൻസ് പൊക്കി ഒഴിച്ചാണോ കുടിക്കുന്നത് അതോ വാവച്ച് കുടിക്കണോന്ന്? വാ വെച്ച് കുടിക്കുക. പൊക്കി ഒഴിച്ച് കുടിക്കണോ? തുനിഞ്ഞിറങ്ങിക്കൊണ്ടല്ലേ? ഇന്ന് തുനിഞ്ഞിറങ്ങിക്കൊണ്ട. എനിക്ക് കളിച്ചാണ് ജയിക്കണമൊന്നുമില്ല. എടേ അതെന്തൊരു വർത്താനമാണ്. എടേ നമ്മൾ ജയിക്കുമ്പോ ഒരുമാതിരി വർത്താനം ഉണ്ടേ അവളുടെ. നീ ഇതുവഴി നോക്കുന്ന സത്യമായിട്ട് ഞാൻ കണ്ടില്ല. പൊന്നു ഞാൻ ഒന്ന് ചാരി ഇരുന്ന ഇനി ചാരി ഇരിക്കുന്നില്ല. ഒന്ന് പൊക്കിയിട്ടെ. ഇനി ഇട്ട തട്ടും. ഇനി തട്ടും. ഓക്കേ. ലൈ ആണ്. ട്രൂത്ത് ആണ്. ട്രൂത്ത് വരുന്നേ എന്ത് എന്ത്? നീ പിന്നെ ഇതിന്റെ കളർ ബ്ലാക്ക് എന്ന് പറഞ്ഞു. എന്തുവാ ഇതിന്റെ കളർ ബ്ലാക്ക് എന്ന് പറഞ്ഞു? ബ്ലാക്ക് എന്നാണോ പറഞ്ഞേ? അല്ല വൈറ്റ് എന്നല്ലേ പറഞ്ഞേ? ഏതാ കളറോ? ഇത് ബ്ലാക്ക്. ബ്ലാക്കോ? നീ ബ്ലാക്ക് എന്നാ പറഞ്ഞേ? അതിൽ എനിക്ക് പറഞ്ഞൂടെ എങ്ങനെ? അല്ല അല്ല അത് ഞാൻ വൈറ്റ് എന്നാണോ പറഞ്ഞേ? ബ്ലാക്ക് എന്നാ പറഞ്ഞേ? ആണോ? അത് പോയിന്റ് തരണ എനിക്ക്. എടാ നീ ഇത് ബ്ലാക്ക് എന്നാടാ പറഞ്ഞേ? വൈറ്റ് എന്ന് പറഞ്ഞ നീ കണ്ടുപിടിച്ചേനെ. വൈറ്റ് കളറിൽ അല്ല ബ്ലാക്ക് കളറിലെ കൊക്കക്കോള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചു. അന്നേരം എന്റെ മനസ്സിലുണ്ട് ഇത് ലൈ ആണ്. ബ്ലാക്ക് കളർ കൊക്കക്കോള ഉണ്ട്. ആര് പറഞ്ഞു ബ്ലാക്ക് കളർ കൊക്കക്കോള ഉണ്ട്? ഞാൻ കണ്ടിട്ടില്ല എന്റെ പൊന്നെ. എനിക്ക് ഈ പോയിന്റ് വേണ്ട. വേണ്ട 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 വെച്ചു വെച്ചു. എനിക്ക് ഇന്നലെ ഞാൻ ജയിക്കും, അതുകൊണ്ട് കോൺഫിഡൻസ് ഉള്ള ഉണ്ടാട്ടോ. ഓക്കെ അടുത്തോ. അപ്പൊ ഇത് പോയിന്റ് ആഡ് ചെയ്തോട്ടോ. കഴിഞ്ഞോട്ട് അവൾ എന്തോ ഇങ്ങനെ ഫൗള് കാണിച്ചായിരുന്നു, അന്ന് നമ്മൾ പോയിന്റ് കൊടുത്തായിരുന്നു. അപ്പൊ ഈ വട്ടം എനിക്ക് ബാലൻസ് ആയി. ഓക്കെ ലേഡി അടിയടാ. നിന്റെ മോൻ മൂക്കില് വൈ. ഓക്കെ വെച്ചോ. എന്റെ ചിക്കന്റെ വിങ്സ് ഉണ്ട്. പ്ലേറ്റിൽ ഇട്ടാ പോരെ? പ്ലേറ്റിൽ ഇടുന്ന ശബ്ദം കേട്ടാ നീ ശബ്ദം കേട്ടാ അറിയാം വിങ്സ് ആണോ എന്ത് വേണം. അടുത്തോട്ട് കാർബോർഡ് അടുത്തോട്ട് വന്നിട്ട് അവിടെ പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലടാ. സീരിയസ് ആയിട്ട് മണമില്ല. ഞാൻ ഊരിക്കോട്ടെ? നീ നീ സ്മെല്ല് ചെയ്തിട്ട് ഒരു മണം ഫീൽ ചെയ്യുന്നില്ല. ഒരു വിങ്സേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. ഞാൻ ഇച്ചിരി വാങ്ങിച്ചോളൂ. അത് 3 എണ്ണം ഒന്നിച്ചിട്. 3 എണ്ണം ഒന്നിച്ചിരുന്നോ? ഓ വിങ്സ് ഒക്കെ ഇത്രയും ഹെവിയോ? കഴിക്കണോ? ഇനി അടുത്തോട്ട് വന്നു കഴി. ഓക്കെ. നീ വിങ്സ് എന്നല്ലേ പറഞ്ഞേ? ആ വിങ്സിലെ ബോണുണ്ട്. ആ ബോൺ ചവക്കണ ശബ്ദം എനിക്ക് കേൾക്കണം. കരിമുരാന്ന്. ബോൺ കഴിയണം. വായിക്കോട്ടെ. ശരി ശരി ശരി. ഇഞ്ഞ് കേക്കണം. അപ്പൊ ഞാൻ ബോൺ തിന്നാനാണ് നീ പറയുന്നത്? തിന്നാൻ ഞാനങ്ങ് ചാവണം. അല്ലല്ല ബോണും ചവച്ചാ മതി. എനിക്കത് കട്ട് ചെയ്യണം. അത് വിങ്സ് തന്നെ ആണോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ. കഴിയുമല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് ഫ്രൈഡ് ചിക്കൻ തന്നെയാണ്, പക്ഷെ ഇത് വിങ്സ് അല്ല. ട്രൂത്തോ? നീ വിങ്സ് ആണോ അത് അതിന് പറഞ്ഞാ പോരെ? ഞാൻ ചിക്കന്റെ വിങ്സ് എന്നാ പറഞ്ഞ. അപ്പം വിങ്സ് അല്ല, ലൈ ആണ് ഇത്. വിങ്സ് അല്ല, വേറെ ഏതോ പോർഷൻ ആണ്. ഒന്ന് ഡ്രം സ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോർഷൻ ആയിരിക്കും. എനിക്കറിയാം അതിന്റെ അല്ല. ആ ബോൺ അത് ഇടുന്ന ശബ്ദവും അതുപോലെ തന്നെ ബോണിന്റെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മളെ ചുമന്ന കളർ നോക്കട്ടാ. ഭയങ്കര കൊള്ളൂല. ഇത് എവിടുന്നാ? ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്തിരിക്കും ഇത്രയും നേരം. ആണോ? കൊള്ളൂലടാ. ഈ ഒരു ഒറ്റ പീസിന് 100 രൂപ. ഭയങ്കര നഷ്ടമായി പോയി. പോയിന് ഞാൻ മുന്നിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ വാശിയേറിയ ചലഞ്ചിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് മാത്രം പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അടുത്ത ഐറ്റം ഓക്കെ. ഏട്ടൻ എനിക്ക് തോന്നുന്നു ഈ ഗെയിം പഠിച്ചിട്ട് വന്നേക്കുമെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഓറഞ്ച് ആണ്. ഓറഞ്ചോ? യെസ് ഓഫ് കോഴ്സ്. പൊക്കിട്ടെ, ഉരുട്ടിക്ക്. ഇത്രയും വലിയ ഓറഞ്ചോ നിങ്ങളുടെ നാട്ടില്? ഇത് എക്സ്പോർട്ട് ചെയ്തതാ. എന്നാലും മത്തങ്ങയുടെ അത്രയും വലിപ്പം വരും. പൊക്കിട്ടെ. ഓറഞ്ച് പൊളിച്ചേ. ഓറഞ്ച് തന്നെ പൊളിക്കുന്നേ ആന്നൊക്കെ കേക്കുന്നു. എന്റെ അടവ് നല്ല മണം വരുന്നുണ്ടോ? ഇത് പൊളിച്ചില്ലേ ഒരു ഓറഞ്ച്? പൊളിച്ച്
അതിൽ എത്ര അല്ലി ഉണ്ടെന്ന് എണ്ണിക്ക്. എത്ര അല്ലി 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 വെയിറ്റ് ഇതൊന്ന് പൊളിച്ചോളൂ. ഭയങ്കര പാടാട്ടോ. എടാ ഇതുവരെയായിട്ടും പൊളിച്ചില്ലേടേ? എടാ അങ്ങനല്ലടാ, വെച്ച് സമയം എന്താടാ പൊളിക്കണ്ടേടാ അത് ഫുള്ള് ക്ലീൻ ആയിട്ട്. അല്ലി എന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 അല്ലി. 14 അല്ലിയോ? എനിക്കൊന്ന് ഒരു ഓറഞ്ചിൽ 11 അല്ലി എങ്ങാണ്ടൊക്കെ കാണുള്ളൂ. 7 അല്ലിയോ എത്ര അല്ലി? കറക്റ്റ് എണ്ണം ഉണ്ട് ഒരു ഓറഞ്ചിന്റെ അല്ലിയുടെ എണ്ണം. ഓ ഇതൊക്കെ ആരെങ്കിലും ഓർത്തിരിക്കുവോ? ശരി, ഒരു ഓറഞ്ച് ഒരല്ലി പൊളിച്ചതിന്ന് പൊളിച്ച് ആ തിന്നെ. ഞാൻ വേണം ഇത് വെക്കണമെങ്കിൽ വെക്കാം. തിന്നുവാണോ? തിന്നോ? അനാവശ്യ സൗണ്ടുകളെ എക്സ്ട്രാ സൗണ്ടുകളെ വേണ്ട. ഇനി ഒന്ന് എണ്ണിക്ക്. ഇനി 13 Are you sure? Yes, I'm sure. കുരു ഇല്ലായിരുന്നോ? ഉണ്ട്. എത്ര കുരു കിട്ടി ഒരെണ്ണത്തിന്ന്? ഒരെണ്ണത്തിന് 2 കുരുവേ ഉള്ളൂ, ചെറിയ കുരു. ഇട്ടാ പോലും സൗണ്ട് കേൾക്കൂല. പ്ലേറ്റിലോട്ട് ഇട്, കുഴപ്പമില്ല. കേൾക്കൂല, ചെറിയ കുരു ഇട്. എടാ ഞാൻ ഇടാം, നീ ശ്രദ്ധിച്ച് കേട്ടോ. കണ്ടോ കേട്ടോ, അത്രേ ഉള്ളൂ. അത് ലൈനാണ്. അതെനിക്ക് വലിയ നാരങ്ങയോ വേറെന്തോ ആണ്, ഇച്ചിരി വലിപ്പമുള്ളൊരു സാധനമാണ്. മൊസമ്പി ആവാൻ ചാൻസ് ഉണ്ടോ അറിയില്ല. ലൈ ആണ് എന്തായാലും. അന്ന ചെറുക്കാ ഞാൻ ഇച്ചിരി ഓവർ കോൺഫിഡൻസിലേ. ഭയങ്കര ഓവറായിരുന്നു, ഭയങ്കര ഓവർ. എന്തൊരു ഓവറായിരുന്നു. എടാ പക്ഷെ ഇത് ഓറഞ്ചാണ്. ഇത് കമ്പിളി നാരങ്ങ. അല്ലല്ല, ഇത് ഫ്രൂട്ട് ഓറഞ്ച് ആണ്. ഇതാണ് ഫ്രൂട്ട് ഓറഞ്ച്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചത് ഇതാണ് ഫ്രൂട്ട് ഓറഞ്ച്. കമ്പിളി നാരങ്ങ അല്ലടാ, ടർക്കിക്കല്ലേ, ഇതാണ് ഫ്രൂട്ട് ഓറഞ്ച്. വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയോ നിങ്ങൾ ഗൂഗിളിൽ. ഇതാണ് ഫ്രൂട്ട് ഓറഞ്ച്. ഓറഞ്ച് തന്നെയാണ് സംഭവം. ആക്ച്വലി ഇത് ഓറഞ്ച് ആണ്, ഫ്രൂട്ട് ഓറഞ്ച് ആണ്. ഇത് ലൈ ആണ്. ആ ലൈ ആണ് നമ്മൾ സമ്മതിക്കുന്നത്. പക്ഷെ ഇത് ഫ്രൂട്ട് ഓറഞ്ച് ആണ്. ഓറഞ്ച് ആണ്, ഓറഞ്ച് കാറ്റഗറി വരുന്ന സാധനമാണ്. സിട്രസ് കാറ്റഗറിയിൽ വരുന്നതായിരിക്കും, പക്ഷെ അത് ഓറഞ്ച് അല്ല. ഓക്കെ, എനിക്കൊരു മാർക്കല്ലേ? അപ്പോ 3 ഞാൻ 4 മാറി ഗൈസ്. ഇതിന്റെ കിലോ 400 രൂപയാണ്. എന്റെ കയ്യില് ഒരു കുക്കുംബർ ഉണ്ട്. ഒന്നും ചെയ്യണ്ട, കുക്കുംബർ ആ വായ് ഭാഗം കടിക്കണം, മുറാന്ന് കടിക്കണം. വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറയാൻ ബാക്കി, നീ അത് ചെയ്യാതെ ഇങ്ങോട്ട് വെച്ചിട്ട് കടിക്കട്ടെ. എന്തൊരു പ്ലാസ്റ്റിക് കുപ്പി കടിച്ചാ? അതെന്തൊരു കടി? നീ ഒറ്റയടിക്ക് കടിക്കാൻ പറഞ്ഞ ഞാൻ കടിച്ചു കെടുത്ത്. ഒന്നും കൂടി കടി. ഇപ്പൊ വായി കിടക്കുന്നയോ? ആ ചവയ്ക്കത്. ഇതെന്തൊരു ശബ്ദോടെ. ഒന്നും കൂടി കടിച്ചേ. ഇനി അല്ല ഞാൻ പറയാം, നടുക്കുന്ന 2ആയിട്ട് ഓടി കുക്കുംബർ ഒടിക്കുന്ന ശബ്ദം കേൾക്കണം. വെയിറ്റ് ചെയ്യേ. അതെന്താ കുക്കുംബർ ഓടിക്കാൻ ഇനി ആരെങ്കിലും രാഹുകാലം വേണോ? ഒടിയുന്നില്ല. ഓ ഇനി 2 എണ്ണം ഒന്നിച്ച് താഴോട്ട് ഇടട്ടെ. രണ്ട് ഷേപ്പിലാണ്, മീൻസ് ഷേപ്പ് പറയാണേ. ഞാൻ ഇനി ഫ്രണ്ടിലോട്ട് നോക്കും, ഉരുണ്ടങ്ങാണം പോയാലേ. നേരെ ഇരുന്നാ മതി. ഓക്കെ, ഞാൻ പ്ലേറ്റിലായിട്ടെ. പ്ലേറ്റിലിട്ട തറയിട്ട്. ടേബിൾ ഇൻ ദ ടേബിൾ. ഓ ഹെവി കുക്കുംബറോ? ഇത് കുക്കുംബർ അല്ലല്ലോ. ഉറപ്പിച്ചോ? കുക്കുംബറിനകത്ത് അരി ഉണ്ടല്ലോ, ചെറിയ അരി. അത് ഇട്ട ശബ്ദം കേൾക്കൂ. അതെങ്ങനെ കേൾക്കുന്നേ? ഗൈസ് ട്രൂത്ത് ആണ്, ഇത് കുക്കുംബറാണ്. നിനക്ക് നീ നിന്റെ ട്രൂത്ത് എന്ന് പറയാൻ കാരണം? എടാ എനിക്ക് ആ കടിയില് പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ശരിയാ, കുക്കുംബർ കടിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ശബ്ദം കേൾക്കാറില്ലേ, പൊട്ടണ സൗണ്ട്. കൊഴപ്പില്ല, എനിക്കിപ്പം 5. എന്റെ തീർന്നതാ. ഒരു റൗണ്ട് കൂടെ ഉണ്ട്. ഇല്ല എന്റെ തീർന്നു. ഓക്കേ ഗൈസ്. അപ്പൊ ഗൈസ് ആരാണ് വിന്നർ എന്ന് ഞാനാന്ന് തോന്നില്ല വിന്നർ. നൈസ് ആണ്. ഫുഡ് വെച്ചിട്ട് ഒരു നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് മറ്റേത് കുറച്ചും സിമ്പിൾ ആയിരുന്നു തോന്നില്ല. കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. ഞാൻ വേറെ എന്തിലൊക്കെയോ എൻഗേജ്ഡ് ആയിരുന്നു. ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിരുന്നു, കാരണം സ്മെല്ല് അറിയോ, കടിക്കുമ്പോഴും. മറ്റേതങ്ങനല്ല, നമുക്ക് വായി തോന്നിയെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, ഇട്ട് കാണിക്കുക, ഉരുട്ടി കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ ഗൈസ് എന്തായാലും നിങ്ങളും ഈ ഒരു ചലഞ്ച് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളത് എത്ര എണ്ണം ഗസ് ചെയ്തു? നിങ്ങൾ കണ്ടോണ്ടിരിക്കുമല്ലേ. ഇനി നമുക്ക് ഈ ബാരിയർ വേണ്ട, എടുത്തു മാറ്റൂ ഇവനെ. നമ്മൾ അച്ഛനെ കണ്ടേ. അപ്പൊ അത്രയുള്ള ഗൈസ് നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. മാറ്റണല്ലേ, മൊത്തത്തിൽ കുളിപ്പിച്ചെടുക്കണം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയുള്ളവരെ ബൈ.
കനകത്തിലെ അച്ഛൻ ജയിച്ചു ക്ലാപ്പടി അപ്പൊ ക്ലാപ്പ് 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 അവൻ അച്ഛൻ ജയിച്ചേ